പുലിത്താളത്തിനൊത്ത് ചുവടുവെക്കാൻ സ്വരാജ് ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിലാണ് പുലിക്കൂട്ടങ്ങൾ. സീതാറാമിൽ നടുവിലാൽ ദേശങ്ങളിൽ നിന്നുള്ള പുലികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ അരമണിക്കിലുക്കി താളത്തിനൊത്ത് പുലികൾ നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ലോകത്ത് മറ്റൊരിടത്തും കേൾക്കാത്ത പുലിക്കൊട്ട് ഇപ്പോൾ ഇതാ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സാനു കൂടി എൻ്റെ ഒപ്പം ഉണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നടുവിലാൽ ഗണപതിക്ക് തൊട്ട് മുമ്പിലാണ്. നടുവിലാൽ ഗണപതിയുടെ ഇവിടെയാണ് എല്ലാ പുലിക്കളി സംഘങ്ങളും വന്ന് തേങ്ങ ഉടച്ചുകൊണ്ട് പുലിക്കളിക്ക് ശുഭാരംഭം കുറിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളിപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ട് കണ്ടു. അത് എന്തായിരുന്നു സാധനം? അതൊരു മീനായിരുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത്ര വലിയ ഭീകരമായിട്ടൊരു ഫ്ലോട്ട്. സാധാരണ പുലിയും പുലിമടയും അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലുള്ള ബോധവൽക്കരണമൊക്കെയാണ് പ്ലോട്ടായി മാറുമെങ്കിൽ ഇത്തവണ പുലി വണ്ടിയാണ്. അത് പുലികൾക്ക് വിശ്രമിക്കാനുള്ള വണ്ടിയാണ്. അവരത് പുലിമീനാക്കി മാറ്റിയിരിക്കുന്നതാണ്. അവർ പുലിമീനാക്കിക്കൊണ്ട് അവര് സ്വരാജ് റൗണ്ടിലേക്ക് അല്ലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലേക്ക് ഇറക്കി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള സസ്പെൻസുകളുടെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ പുലിമീനായിട്ട് കണ്ടത്. ഇനി എന്തൊക്കെ വരാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇനി എന്തൊക്കെ അവർ പുലിവണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇത്തരം ചുവട് വെച്ച് വരുന്ന ഈ പുലികൾക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നി കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള ഇടമാണ് ആ പുലിവണ്ടി എന്ന് പറയുന്നത്. അതിനെ തന്നെ മറ്റൊരു കലാരൂപമാക്കി കലാസൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നത് പ്രശസ്തനായിട്ടുള്ള ശില്പി, ഇത്തരത്തിലുള്ള കരകൗശലമായിട്ടുള്ള ഇടപെടലെല്ലാം നടത്തുന്ന ഡാവിഞ്ചി സുരേഷ് എന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് കലാകാരനാണ്, മഹാനായിട്ടുള്ള കലാകാരനാണ്. അതിമനോഹരമായിട്ടുള്ള പുലി മീനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ വീണ്ടും ഡാവിഞ്ചി സുരേഷിന്റെ തന്നെ മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു കലാസൃഷ്ടി ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗരുഡനും സർപ്പവുമാണ്. നമ്മുടെ ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗരുഡനും സർപ്പവും തമ്മിലുള്ള ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധം, അവരും തമ്മിലുള്ള ഒരു ശത്രുത എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു കഥാസന്ദർഭമാണ് ഡാവിഞ്ചി സുരേഷിന്റെ അത്ഭുതകരമായിട്ടുള്ള കലാവിരുതിലൂടെ വീണ്ടും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അയ്യന്തോൾ ദേശത്തിൻ്റെതാണ്. നമ്മൾ നേരത്തെ കണ്ടത് ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലികളിയും പ്ലോട്ടും എല്ലാമാണ്, പുലിവണ്ടിയും എല്ലാമാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഇതാ അയ്യന്തോൾ ദേശത്തിന്റെ പ്ലോട്ട് കടന്നു പോന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഹൈന്ദവ പുരാണ കഥകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്ലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. അതിമനോഹരമായി തന്നെ ആ ഗരുഡനെയും അതുപോലെ തന്നെ സർപ്പത്തെയും എല്ലാം തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വരാജ് റൗണ്ടിലൂടെ. ആബാലവൃദ്ധം ജനങ്ങൾ ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അയ്യന്തോൾ ദേശവും കണ്ടു, അതുപോലെ തന്നെ ശങ്കരൻകുളങ്ങരയും കണ്ടു. ഇനി നമുക്ക് കാണാമെന്ന് ആഗ്രഹിച്ച് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് വിയ്യൂരാണെന്നാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ വിയ്യൂർ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അട്ടിമറി വിജയമൊക്കെ നമുക്ക് പറയാവുന്ന ഈ വള്ളംകളിയിലൊക്കെ പറയില്ലേ, ഒരു തുഴപ്പാട് മുമ്പേ ജയിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പോലെ വിയ്യൂർ പലപ്പോഴും അങ്ങനെ അട്ടിമറി വിജയം നേടിയിട്ടുള്ള ടീമാണ്. പുലിക്കളിയിലൊക്കെ ഒന്നാം സ്ഥാനമൊക്കെ അങ്ങ് അടിച്ചു കളയും. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കും ഇത്തവണയും അയ്യന്തോൾ എടുക്കും, ഇത്തവണയും വേറെ ടീം എടുക്കും എന്ന് പറയുമ്പോൾ അവരിങ്ങനെ സൈലൻ്റായി വന്ന് കപ്പടിച്ചു പോകുന്നൊരു ടീമാണ് വിയ്യൂരിൻ്റെ ഇത്തവണത്തെ പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് തോന്നുന്നത്? അവരും വലിയ പ്രതീക്ഷ. ഇവിടെ ഒരു ടീമിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നതിനപ്പുറം ഫോട്ടോ ഫിനിഷിലേക്ക്, വള്ളംകളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോട്ടോ ഫിനിഷ്, അല്ലെങ്കിൽ ഒരു തുഴപ്പാടിന് നാരോ സെക്കൻഡിന് വിജയിച്ചു എന്ന് പറയുന്ന പോലെ ഏകദേശം നമുക്കിതൊക്കെ കണ്ടിട്ട് തോന്നുന്നു ഇതൊക്കെ അവസാന ലാപ്പിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെ ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക വരാൻ പോകുന്ന ഒരുപക്ഷെ ജഡ്ജസിനായിരിക്കും. ഇത് ആർക്ക് കൊടുക്കണം, ഒന്നിനൊന്നിനെ മെച്ചപ്പെട്ടത്, ആരാണ് പിന്നിൽ എന്ന് പറയാൻ പറ്റില്ല. അതായത് വിവിധ ഇന സന്ദേശങ്ങൾ നൽകുന്നു, അതായത് ലഹരിക്കെതിരെ വിവിധ സന്ദേശങ്ങൾ നൽകുന്നു, അതിനെതിരെയുള്ള സന്ദേശം, ഒപ്പം തന്നെ പലവിധ കാര്യങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്ലോട്ടുകൾ വരുന്നു. അതേപോലെ തന്നെ ഈ പ്ലോട്ടുകൾക്കപ്പുറം പല കാര്യങ്ങളുണ്ട്. ഇവരുടെ ആ ഒരു പുലിമേളം, ആ പുലിത്താളം, ആ താളത്തിനൊത്ത് ചുവട് വെച്ച് വരുന്ന പുലികൾ, അത് കുട്ടിപ്പുലി മുതൽ പെൺപുലികൾ മുതൽ അങ്ങനെ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആവേശത്തിലാണ് തൃശ്ശൂർ. എന്തായാലും വലിയൊരു ഒരു പുലിക്കളി ആവേശത്തിലാണ്. എന്നാലും ഇതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്കിത് വേറൊരു തലത്തിലേക്ക് മാറും എന്ന് തന്നെ വേണം കരുതാനായിട്ട്. ഇനിയും പല ദേശങ്ങൾ വരാനുണ്ട്, പല മോഡലുകൾ വരാനുണ്ട്, പല സസ്പെൻസുകൾ ഈ സ്വരാജ് റൗണ്ടിൽ അല്ലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലേക്ക് പൊട്ടി വീഴാൻ കിടക്കുകയാണ്. ഇപ്പോൾ ഈ അയ്യന്തോൾ ദേശമാണ് നമ്മൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറഞ്ഞപ്പോൾ അയ്യന്തോൾ ദേശത്തിന്റെ സർപ്രൈസുകളെ കുറിച്ച് ഒന്നുകൂടി പറയാമെന്ന് പറയുന്നത്. കാരണം ഇവരെപ്പോഴും നവീനതകളിൽ ഇങ്ങനെ ഓരോ ടീമും ഓരോ സംഘവും ഇങ്ങനെ
പരീക്ഷിക്കാറുണ്ട്. ഇത്തവണ അയ്യന്തോൾ സംഘം ആ പുലി വേഷത്തിൽ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അരമണികൾ ഇങ്ങനെ ലോഹങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അവരുടെ ഈ പുലിക്കളി കഴിയുമ്പോഴേക്കും ഈ പുലികളുടെ എല്ലാം ഈ അരയെല്ലാം ഈ ലോഹം കൊണ്ടുള്ള അരപ്പട്ട അതിങ്ങനെ ഉരഞ്ഞു പൊട്ടാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള പുലിമണികൾ കൂടുതൽ അത്തരത്തിലുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ പുലി വേഷത്തിലും വരയിലെല്ലാം തന്നെ നവീനതകൾ പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചില ടീമുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പുലിക്കെല്ലാം തന്നെ ഷൂസ് ഇടിപ്പിച്ചു, പുലിപ്പാതുകങ്ങൾ നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും പുതിയൊരു കാഴ്ചയായിരുന്നു. കാരണം ഇവിടങ്ങളെല്ലാം ചെരുപ്പിടാതെ ഈ താളം വെച്ചിരുന്ന ആളുകളുണ്ട് ഇത്രയും കിലോമീറ്ററുകൾ. അതിന് പകരം മനോഹരമായി അലങ്കരിച്ച പുലിപ്പാതുകങ്ങൾ, അത് പുലിയുടെ നഖവും പുലിയുടെ വിരലെല്ലാം ഉള്ള ഒറിജിനൽ പുലിയെ തോൽപ്പിക്കുന്ന തരത്തിൽ, എന്നാൽ ഒരു കാഴ്ചക്കെല്ലാം ഇമ്പവും ഒരു പ്രൗഢിയെല്ലാം തരത്തുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പുലിപ്പാതുകങ്ങൾ നിർമ്മിച്ചിരുന്നു. അത്തരത്തിൽ നവീനതകൾ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പണ്ട് കാലത്ത് ഈ പേപ്പറുകളെല്ലാം ഒട്ടിച്ച് ആണ് ഈ മുഖംമൂടികൾ ഉണ്ടാക്കിയിരുന്നത്. ഈ ചൂരൽ വടിയെല്ലാം കൂർപ്പിച്ച് നഖങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സൈക്കിൾ ട്യൂബ്, നമ്മുടെ ചക്രത്തിൻ്റെ ട്യൂബ് എടുത്ത് മുറിച്ചുകൊണ്ടാണ് അതിൽ ചുവന്ന ചായം തേച്ചുകൊണ്ടാണ് ഈ നാക്കുകൾ ഉണ്ടാക്കിയിരുന്നത്. അതാകുമ്പോൾ നാക്കുകൾ ഇങ്ങനെ തുള്ളുന്ന സമയത്ത് ഈ നാക്കിങ്ങനെ ഇളകി ആടുന്നത് അതിമനോഹരമായിട്ടുള്ള വന്യമായിട്ടുള്ള കാഴ്ച നൽകിയിരുന്നു. അത്തരത്തിൽ നവീനതകൾ ഇങ്ങനെ പരീക്ഷിച്ച് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പുലിക്കളി. ഓരോ പുലി സംഘവും അതിൻ്റെ ഇത്തവണത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. നമ്മളിപ്പോൾ കാണുന്നത് ഈ സായം സന്ധ്യയിലെ കാഴ്ചയാണ്. സൂര്യനിങ്ങനെ പടിഞ്ഞാറോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ സ്വർണ്ണശോഭയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ നേരിയ ഇരുട്ട് പരക്കും. ആ സമയങ്ങളിൽ ഇവിടെയുള്ള ഫ്ലഡ് ലൈറ്റുകളെല്ലാം തന്നെ പ്രകാശിതമാകും. ഒപ്പം തന്നെ ഈ LED പുലികളുണ്ട്, ഈ ഫ്ലൂറസെൻ്റ് പെയിൻറ്റുകൾ അടിച്ചിട്ടുള്ള പുലികളെല്ലാം തന്നെ ആ ഘട്ടങ്ങളിൽ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങും. അത് മറ്റൊരു കാഴ്ചയാകും. അതുപോലെ തന്നെ പ്ലോട്ടുകളിലെ വർണ്ണാലങ്കാരങ്ങളും കൂടുതൽ പ്രകാശിതമാകും. അത്തരത്തിൽ അതൊരു മറ്റൊരു കാഴ്ചയാണ്. അപ്പോൾ ഓരോ മണിക്കൂറിലെയും പുലിക്കാഴ്ചകൾ, ഈ പുലിക്കളി കാഴ്ചകൾക്ക് ഓരോ മണിക്കൂറുകളും പുതിയ പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമുക്കിപ്പോൾ മറ്റൊരു പ്ലോട്ട് കൂടി കടന്നു പോകുന്നു. തൃശ്ശൂർ നമുക്കറിയാം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പൈതൃകമായിട്ടുള്ള നമ്മുടെ തെക്കേ ഗോപുര നട അതിലുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മതമൈത്രിയെ വിളിച്ചോതുന്ന തരത്തിലുള്ള നമ്മുടെ ചേരമാൻ മസ്ജിദും അതുപോലെ തന്നെ പുത്തൻപള്ളിയാണെന്ന് തോന്നുന്നു തൊട്ടപ്പുറത്തുള്ളത്. എനിക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ നമുക്ക് ചേരമാൻ മസ്ജിദും അതുപോലെ തന്നെ തെക്കേ ഗോപുര നടയും കാണാൻ കഴിയും. ഒരു കൈക്കുമ്പിളിൽ ഇത്തരത്തിൽ 3 ആരാധനാലയങ്ങളും ഒന്നിച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു മതമൈത്രിയുടേതായിട്ടുള്ളൊരു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്, ഈ പ്ലോട്ടിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അതിമനോഹരമായിട്ടുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള പ്ലോട്ടുകളും ഈ ഘട്ടത്തിൽ ഇടം പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ലഹരി ഉപയോഗം പ്രധാനമായിട്ടുള്ള വിഷയമാകുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ബോധവൽക്കരണമായിട്ടുള്ള പ്ലോട്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കേവലം ഈ ആഘോഷാരവങ്ങൾക്കപ്പുറം സാമൂഹ്യ പ്രസക്തി കൂടി ഇത്തരം ആഘോഷങ്ങൾക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ള വലിയ സന്ദേശമാണ് ഇത്തരത്തിലുള്ള പ്ലോട്ടുകളും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന കലാ പ്രകടനങ്ങളും എല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അത്തരത്തിൽ ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ് ഓരോ പ്ലോട്ടുകൾ എന്താണ്. നമ്മളിപ്പോൾ മറ്റു പ്ലോട്ടുകൾ എങ്ങാനും കണ്ടിരുന്നു, നമ്മളിപ്പോൾ സീതാറാം ടീമിൻ്റെ ഒക്കെ പ്ലോട്ടുകൾ കണ്ടിരുന്നു. മിഥുന, ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കാലത്തിനനുസരിച്ച് പുലികളിയുടെ ചില മാറ്റങ്ങൾ അതിന് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൂടി തന്നെ ഈ ചെരുപ്പുകൾ വരുന്നു. ഒപ്പം തന്നെ ഈ കുടമാറ്റം, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് LED പുലികൾ എന്നുള്ളത്. അതായത് നവീനമായിട്ടുള്ള കാഴ്ചപ്പാട്, അതിനനുസരിച്ച് പരിവർത്തനം ചെയ്തു വരുന്ന ഓരോരോ കാഴ്ചപ്പാടുകൾ, അത് പുലികളിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ചെരുപ്പ് വന്നത് വലിയൊരു സംഭവമായിരുന്നു. അതിനുശേഷമുള്ള ഈ ഒരു LED പുലികൾ എന്തെല്ലാം എത്രയെല്ലാം ഇത്തവണ കൊടയുണ്ട്, ഇത്തവണ പുലിക്കൊടയുണ്ട് അയ്യന്തോൾ ദേശത്തിന്റെ. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുടയാണ്. നമ്മൾ രാവിലെയുള്ള ലൈവിലൂടെ കണ്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും, ഓർമ്മയുണ്ടാകും. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുട, അതിൽ പുലികളുടെ മുഖമുണ്ട്. എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ പുലിച്ചന്തം മറയാതെ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നുള്ളതുകൊണ്ടാണ് ഈ ട്രാൻസ്പെറൻ്റ് കുട വെച്ചിരിക്കുന്നത്. ആ കുട വെച്ചുകൊണ്ടൊരു മാസ് ഡ്രില്ല് ഇവിടെ പ്രകടിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അയ്യന്തോൾ ദേശം. അതായത് നമുക്കറിയാം നെഹ്റു ട്രോഫി തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാസ് ഡ്രില്ലുണ്ട്. എല്ലാ വള്ളങ്ങളും പങ്കായം ഉയർത്തി ഇടത്തോട്ടും വലത്തോട്ടും ഓരോ വിസിലിനപ്പുറത്തേക്കും മുകളിലോട്ടെല്ലാം ഉയർത്തിയും താഴ്ത്തിയും എല്ലാം മാസ് ഡ്രിൽ.
അതുപോലെ ഒരു മാസ്റ്ററിൽ ഇവിടെ കുട വെച്ചുകൊണ്ട് പുലികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്കറിയാം ഓരോ പുലി കളി മാത്രം നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടനത്തിൽ തന്നെ ഓരോ വർഷവും ഒരു വർഷത്തെ പൂരം കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം മുതൽ ആരംഭിക്കുകയും അടുത്ത വർഷത്തെ പൂരം എങ്ങനെ ഗംഭീരമാക്കാം, അടുത്ത വർഷത്തെ ഈ വർഷമുണ്ടായ പിഴവുകൾ എങ്ങനെ നികത്തി അടുത്ത വർഷത്തെ പൂരം ഗംഭീരമാക്കാം, കുടകളിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാവാം, അതേ വാശിയോടും വീറോടും കൂടിയാണ് ഇത് എല്ലാ പുലി സംഘങ്ങളും ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇത്തവണയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് പ്രത്യേകമായി പുതിയ MP-യും എല്ലാം വന്ന ഒരു സാഹചര്യം തൃശ്ശൂരിന് വലിയ രീതിയിൽ ഉപകാരം ചെയ്തു എന്നുള്ളത് തന്നെ അറിയാം. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഇത്തവണ കേന്ദ്ര സർക്കാരിൻ്റെ 3 ലക്ഷം രൂപ വീതം ഈ 9 പുലി സംഘങ്ങളിലേക്കും സാമ്പത്തിക സഹായം നൽകുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൻ്റെ സഹായത്തിന് പകരം MP സുരേഷ് ഗോപിയുടെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടുള്ള ലക്ഷ്മി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ലക്ഷ്മി സുരേഷ് ഗോപി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 50,000 രൂപ വീതം 500,000 രൂപ വീതം എല്ലാ സംഘങ്ങൾക്കും നൽകിയിരുന്നു. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഈ പുലിക്കളി സംഘങ്ങൾ ഈ തൃശ്ശൂരിൻ്റെ തനിമ, തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ബിംബങ്ങൾ ഇതൊന്നും നിന്നു പോകരുത്, അത് തുടർന്നു പോകണമെന്നുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു MP നമുക്കുണ്ട്. ആ MP-യുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പോൾ അത്തരമുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായാണ് ഇത്തവണ ഇപ്പോഴിതാ ഒരു പുലിക്കളി സംഘങ്ങൾ 9 എന്നുള്ളതാണ്. 5-ൽ നിന്ന് 9, 4 കുതിച്ചാടുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം ഇത്തവണത്തെ 3 ലക്ഷം രൂപ ഈ സാമ്പത്തിക സഹായമെല്ലാം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒരു അടുത്ത വർഷവും ഈ ഇത്തരം സാമ്പത്തിക സഹായങ്ങളിൽ കൊണ്ടെല്ലാം നമ്മൾ പഴയകാല ഒരു പ്രതാപമുണ്ട്. 14, 11 പുലിക്കളി സംഘങ്ങൾ ഇങ്ങനെ നിരന്ന് വരുന്നു, പുതിയ പുലിക്കളി സംഘങ്ങൾ വരുന്നു. ഇന്ന് മന്ത്രി രാജനുമായി സംസാരിച്ചപ്പോൾ പറയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു പുലിക്കളി അടുത്ത വർഷം ഉണ്ടാക്കിയാൽ എന്താണ് എന്ന് കലക്ടറുമായിട്ട് ആലോചിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ